പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു എൻ്റെ ട്യൂഷൻ ക്ലാസ്സൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കുറച്ച് പറയാമെന്നങ്ങ് വിചാരിച്ചു. ഞാൻ 5th പഠിക്കുമ്പോഴാണ് ഗൈസ് ആദ്യമായിട്ട് ട്യൂഷന് പോകുന്നത്. കൊറോണ ടൈം ആയതുകൊണ്ട് എന്നെ ട്യൂഷന് വിട്ട് 5th and 6th അഭിചേച്ചി എന്ന് പറയുന്നത് വീടിൻ്റെ അടുത്തൊരു ചേച്ചി. ആ ചേച്ചി നല്ലൊരു ചേച്ചിയാണ് ഗൈസ്. നമ്മുടെ മനസ്സറിഞ്ഞാണ് ആ ചേച്ചിയെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 വർഷം നല്ല എൻജോയ് ചെയ്താണ് പഠിച്ചത് ഗൈസ്. പിന്നെ 6th കഴിഞ്ഞപ്പം ആ ചേച്ചിക്ക് പുറത്ത് പോയി പഠിക്കുന്നതുകൊണ്ട് ട്യൂഷൻ നിർത്തി. അപ്പം 7th ഞാനൊരു 1.5 മാസം വരെ വേറൊരു ചേച്ചിയുടെ വീട്ടിലാണ് പോയത്. ആ ചേച്ചിക്കാണെങ്കിൽ ഇപ്പം ഒരു ഇത് ഇത്ര ഉള്ളൊരു ക്ലാസ് റൂം ആണെങ്കിൽ അതിൽ 430 പിള്ളേരും കാണും. ആ ചേച്ചിനാണ് ഇങ്ങനെ റൗണ്ട് അടിച്ച് വന്നിട്ടായിരിക്കും നമ്മളെ നോക്കുന്നത്. അപ്പം ഞാൻ ഒരു 5-5:30 ആകുമ്പോൾ അവിടെ ചെന്നാൽ എൻ്റെ അടുക്കയിൽ വരുന്നത് എന്നെ പഠിപ്പിക്കാൻ വരുന്നത് ഒരു 6-6:30 ആകുമ്പോഴേക്കും. അപ്പം നമ്മളെ പറ്റി കംപ്ലൈൻറ്റ് പറയരുതല്ലോ. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്കായിരിക്കും ഇല്ല നോട്ട് ബുക്കായിരിക്കും ഇങ്ങനെ തുറന്നിട്ട് ഒന്നെങ്കിൽ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പഠിക്കുന്നതെന്ന് കാണിക്കണ്ടേ. അപ്പം ഒന്നെങ്കിൽ ഞാനതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ വേറെ വല്ല ലോകത്തായിരിക്കും. പഠിക്കത്തൊന്നുമില്ല, അത് ഉറപ്പായിട്ടും. എൻ്റെ അടുക്ക് വരുന്നെന്ന് കാണുമ്പോഴായിരിക്കും ഞാൻ എന്തായാലും ഇങ്ങനെ ഇരുന്ന് വായിക്കുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ മാർക്ക് ശരിക്കും കുറഞ്ഞു പോയി. എൻ്റെ കുറ്റമല്ല, അത് എന്തോ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിപ്പോയി. അപ്പം എൻ്റെ അമ്മൂമ്മയ്ക്ക് മനസ്സിലായി ഇനി ശരിയാവില്ല അവിടെ ട്യൂഷൻ. അതുകൊണ്ട് നേരെ എന്നെ അവിടുന്ന് പാക്ക് ചെയ്തപ്പോഴാണ് വീടിൻ്റെ അടുത്ത് വേറൊരു ചേച്ചിയുണ്ട്. അപ്പം ആ ചേച്ചിയുടെ ട്യൂഷൻ എടാ എൻ്റെ കഷ്ടകാലം തുടങ്ങിയത് ആ ടൈം തൊട്ടാണ്. എന്ന് പറഞ്ഞാൽ ആ ചേച്ചിയാണെങ്കിൽ നമ്മൾ പഠിക്കണമെങ്കിൽ കൺസെപ്റ്റ് മാത്രം പോരാ, നമ്മൾ ഫുള്ളിരുന്ന് പഠിക്കണം. പിന്നെ ഇപ്പം ഒരു ഡെയിലി ടെസ്റ്റ് പേപ്പറാണ്. അപ്പം ഒരു 50-ലാണെങ്കിൽ ഞാൻ എഴുതിയത് വെച്ചാണെങ്കിൽ എനിക്ക് 50-45 ഉണ്ട്. അത് എന്നിട്ട് നമ്മൾ അങ്ങനെ ആയിരിക്കുമല്ലോ പ്രതീക്ഷിക്കുന്ന, പഠിച്ചിട്ടല്ലേ പോണത്. അപ്പോൾ ഈ ചേച്ചി കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഞാൻ പഠിക്കുമായിരുന്നു. അടിയും വഴക്കുമൊക്കെ ഡെയിലി ഉള്ള സാധനമായിരുന്നു. അപ്പം ഒരു 50-45 ആണെങ്കിൽ എൻ്റെ 5 മാർക്കല്ലേ പോയുള്ളൂ, ആ 5 ഇടത്തോളം. അപ്പോൾ ഞാൻ ചോദിക്കും എന്തുവാ ചേച്ചി ഞാൻ 50-45 എഴുതാനുള്ളതൊക്കെ ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ടല്ലോ. പറയുക സംഭവം ശരിയല്ല, ഞാൻ അതുകൊണ്ട് 5 മാർക്ക് എടുത്തുള്ളൂ. 5 മാർക്ക് പോയി, അതുകൊണ്ട് 5 മാർക്കേ ഉള്ളൂ. സ്വാഭാവികം. എന്നിട്ട് ഇത് തന്നെയായിരുന്നു എനിക്ക് എപ്പോഴും റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരുന്ന അവസ്ഥ. അങ്ങനെ പിന്നെ ഡെയിലി അടിയാവും. ഇപ്പം ഒരു 10 മാർക്ക് പറഞ്ഞെങ്കിൽ 20 അടി, അങ്ങനെയൊക്കെ ആയിരിക്കും, ഒരു കണക്കുമില്ല. പിന്നെ ഇങ്ങനെ ഡെയിലി അടി എന്ന് പറഞ്ഞാൽ അടിയോടടിയായിരിക്കും. അവിടെ രാവിലെ തൃശ്ശൂർ പൂരം പോലെയായിരുന്നു ഗൈസ്. എന്നെ അടിക്കാത്തൊരു ദിവസമില്ലായിരുന്നു. അടിച്ചടിച്ച് വഴക്കും പറഞ്ഞ് ലാസ്റ്റ് എനിക്ക് വട്ടായെന്ന് എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മൂമ്മയ്ക്ക് ലാസ്റ്റ് മനസ്സിലായി എന്നെ ഇങ്ങനെ ഇനി പോവുകയാണെങ്കിൽ എന്നെ വല്ല മെൻ്റൽ ആശുപത്രി കൊണ്ടുപോകണമെന്ന് മനസ്സിലായി.